ഇത് ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കാറുള്ളത്. ഉപമ സാധാരണഗതിയിൽ ഈശോ പറയുമ്പോൾ ചില പ്രത്യേകതകൾ ഉണ്ടാകാറുണ്ട്. അവിടെ പേരുകൾ പൊതുവെ പരാമർശിക്കാറില്ല. ഇങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ചാണ് അവതരിപ്പിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളിലും ഇവിടെ വ്യത്യാസം വരുന്നു. ഇവിടെ ലാസറിൻ്റെ പേര് ഈശോ പറയുന്നു. മാത്രമല്ല ഈ ഉപമയിൽ ആദ്യ വാക്ക് തന്നെ ഒരു ധനവാൻ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കഴിഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അത് ചരിത്രത്തിൻ്റെ കൂടി ഭാഗമാണ് എന്ന് വരും. അപ്പോൾ ആ അർത്ഥത്തിലും ഇതൊരു പക്ക ഉപമയാണ് എന്ന് നമുക്ക് സുവിശേഷ പണ്ഡിതന്മാർ വിലയിരുത്തുന്നില്ല. ഒരുപക്ഷെ സംഭവിച്ചതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ കാര്യത്തെയാണ് ഈശോ ഇതിലൂടെ അവതരിപ്പിക്കുന്നത് എന്ന സാരം. പൊതുവേ ഇത് ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ എന്നാണ് പൊതുവെ നമ്മൾ പറയുന്നത്. ബൈബിളിൽ അങ്ങനെ പറയുന്നില്ലെങ്കിലും നമ്മളതിനെ പേരിട്ടിരിക്കുന്ന അങ്ങനെയാണ്. പക്ഷെ കുറച്ചുകൂടി ധ്യാനിക്കുമ്പോൾ ഇത് രണ്ട് ഭിക്ഷാടകരുടെ ഉപമയാണ് എന്ന് പറയേണ്ടി വരും. കാരണം ധനവാൻ മരണശേഷം നിത്യതയിൽ അവൻ ഭിക്ഷയാചിക്കുകയാണ്. അതേസമയം ലാസർ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഭിക്ഷയാചിക്കുന്നവനാണ്. ഇപ്പോൾ രണ്ട് ഭിക്ഷക്കാരുടെ ഉപമയായിട്ടാണ് കുറച്ചുകൂടി ധ്യാനിക്കുമ്പോൾ നമുക്ക് ഇതിനെ മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും ഈ ഉപമ ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ സാരാംശം എടുത്താൽ പോലും സമയം കൂടുതലെടുക്കും. അതുകൊണ്ട് പെട്ടെന്ന് അതിൻ്റെ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ലാസറിൻ്റെ ചില പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ലാസർ നായ്ക്കളാൽ വ്രണം നക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. മനുഷ്യരുടെ സഹായം ഒന്നും ലഭിക്കാത്തവൻ, മൃഗങ്ങളിൽ നിന്ന് മാത്രം സഹായം ലഭിക്കുന്നവൻ എന്നർത്ഥം. രണ്ടാമത്തെ ഒരു പ്രത്യേകത, 7 പ്രത്യേകതകൾ ഈ ധനവാനും ലാസറിനുമുണ്ട്. രണ്ടാമത്തെ ലാസറിൻ്റെ പ്രത്യേകത, മേശയിൽ നിന്ന് വീഴുന്ന അപ്പകഷ്ണങ്ങൾ കാത്ത് കിടന്നവനാണവൻ. 3, അവൻ മരിച്ച് അടക്കപ്പെട്ടു. അതെന്തുകൊണ്ടാണ് ശ്രദ്ധിക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ, എത്ര ദരിദ്രനാണെങ്കിലും അവൻ്റെ അടക്ക് നടക്കാതെ പോകില്ല എന്നുള്ള ഗ്യാരണ്ടി ഈ ലോകം തരുന്നുണ്ട് എന്നതിൻ്റെ സൂചനയാണ്. 4, അവൻ്റെ പ്രാണനെയും ആത്മാവിനെയും ദൂതന്മാർ പറുദീസയിലേക്ക് സംവഹിച്ചു കൊണ്ടുപോവുകയാണ്. 5, അവൻ അബ്രാഹത്തോടും മറ്റു വിശുദ്ധരോടും ഒപ്പമായിരുന്നു ഈ സ്വർഗത്തിൽ എന്നുള്ളതാണ്. 6, അവൻ സ്വർഗത്തിൽ അല്ലെങ്കിൽ മരണശേഷം ആശ്വാസം കണ്ടെത്തുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. 7, അവന് എൻ്റെ ആത്മാവിൻ്റെ നിത്യതയുടെ അനുഭവത്തിലേക്ക് പ്രവേശിച്ചു എന്നുള്ളത്. ധനവാനുമുണ്ട് ചില പ്രത്യേകതകൾ. അവൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ നല്ല വസ്ത്രം ധരിച്ച് പരമാവധി സൗകര്യങ്ങളോടുകൂടി ജീവിച്ചവനാണ്, അല്ലെങ്കിൽ അത് ആഗ്രഹിച്ചിരുന്നവനാണ്. നമ്മളും ഈ അവസരത്തിൽ ഈ വിലയിരുത്തലിൽ പെടുന്നവരാണെന്ന് സാർ. ഒന്നുകിൽ ഈ സുഖസൗകര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സുഖസൗകര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നർത്ഥം. 2, അവനും മരിച്ചടക്കപ്പെട്ടു എന്നുള്ളതാണ്. എല്ലാ മനുഷ്യരും മരിച്ചടക്കപ്പെടുന്നുണ്ട്, ധനവാനും അടക്ക് കിട്ടി എന്ന് സാരം. 3, അവൻ്റെ ആത്മാവും നിത്യതയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്, പക്ഷെ അത് നരകത്തിലേക്കാണ്. 4, നരകത്തിൽ അവൻ പീഡിപ്പിക്കപ്പെട്ടു. 5, അവന് നരകത്തിലായിരുന്നെങ്കിലും ആളുകളെ കാണാനും തിരിച്ചറിയാനും, അത് സ്വർഗത്തിലുള്ളവരെയും ഭൂമിയിലുള്ളവരെയും ഒക്കെ തിരിച്ചറിയാനുമൊക്കെ അവന് സാധിക്കുന്നുണ്ട്. 6 കാര്യം, അവൻ അവിടെ യാചകനായി കരുണയും വെള്ളവുമൊക്കെ യാചിക്കുന്നുണ്ട്. 7, അവൻ്റെ ഇന്ദ്രിയ അനുഭവങ്ങൾ
നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇന്ദ്രിയങ്ങൾ ഉണ്ടാവില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിലും ഈ കഥയിൽ ഈ ധനവാൻ ഇന്ദ്രിയാനുഭവങ്ങളെ വ്യക്തമാക്കുന്നുണ്ട്. അവന് ഓർമ്മകളുണ്ട്, അവന് സ്വപ്നങ്ങളുണ്ട്, താല്പര്യങ്ങളുണ്ട്. എന്തൊക്കെ മനുഷ്യന് ജീവിച്ചിരിക്കുമ്പോൾ അവൻ്റെ ഇന്ദ്രിയബദ്ധമായ കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം മരണശേഷവും ഉണ്ട് എന്ന് വ്യക്തമാക്കുകയാണ്. 18 പാഠങ്ങൾ ഈ ഉപമ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തേത്, ഈ ലോകത്ത് നമുക്കുള്ള ജീവിതാവസ്ഥയല്ല അടുത്ത ജീവിതത്തിലെ അവസ്ഥ എന്ന് ആണ് ഒന്നാമത്തെ പാഠം. രണ്ടാമത്തെ പാഠം, രക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ വിശ്വാസ ജീവിതം നയിക്കുന്ന ദരിദ്രർക്ക് ഈ സ്വർഗപ്രാപ്തിക്കുള്ള സാധ്യത കൂടുതലാണ് എന്ന് പഠിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ കാര്യം, വിശ്വാസമുണ്ടെങ്കിലും ധനമുണ്ടെങ്കിൽ അതിനല്പം ബുദ്ധിമുട്ട് സ്വാഭാവികമായിട്ടും ഈ ഉപമ അനാവരണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വിശ്വാസ ജീവിതം നയിക്കാത്ത പാവപ്പെട്ടവൻ്റെ അവസ്ഥയും ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. മൂന്നാമത്, ഈ ഉപമ നമ്മളെ പഠിപ്പിക്കുന്നൊരു പാഠം, ധനികൻ രക്ഷിക്കപ്പെട്ടാൽ യാതനകൾ ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ്. നാലാമത്തേത്, ധനവാന് ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ള ഒരു കാര്യവും ഈ വചനം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ധനവാൻ അവിടെ ചെന്നിട്ടും തൻ്റെ സഹോദരങ്ങൾ ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞ് അതിനു വേണ്ടിയിട്ടുള്ള പണിയെടുക്കുന്നത്. അഞ്ചാമത്തേത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാവരും മരിച്ച് അടക്കപ്പെടും എന്നുള്ളതാണ്. ആറാമത്തേത്, രക്ഷിക്കപ്പെട്ടവരെ പറുദീസയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു ദൗത്യം ദൈവത്തിൻ്റെ ദൂതന്മാർ ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ പലരെയും വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുക, മരണശേഷം അവർ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു എന്നതിൻ്റെ വെളിച്ചത്തിലാണ്. ഏഴാമത്തേത്, ഒരു പാഠം, ദൂതന്മാർക്ക് ഈ ആരൊക്കെയാണ് സ്വർഗത്തിലേക്ക് സംവഹിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് ഒരു ബോധ്യമുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള തിരിച്ചറിവിൻ്റെ ശക്തിയുണ്ട് എന്നുള്ളതാണ്. 8, രക്ഷിക്കപ്പെടാത്തവർ ആരും നരകത്തിലേക്ക് കൊണ്ടുപോകുന്നതല്ല, മറിച്ച് തെറ്റ് ചെയ്യുന്നവർ നരകത്തിലേക്ക് സ്വയം പോകുന്നതാണ് എന്നാണ് ഈ വചനം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ലാസറിനെ സംബന്ധിച്ചിടത്തോളം അത് ദൂതന്മാർ കൊണ്ടുപോകുന്നതാണെങ്കിൽ, ധനവാനെ സംബന്ധിച്ചിടത്തോളം അവൻ നരകത്തിലെത്തിയത് ആരും കൊണ്ടുപോയതല്ല, അവൻ സ്വയം പോയതാണ് എന്നുള്ളത്. 10ാമത്തെ കാര്യം, ഭൗതിക ശരീരത്തിനുള്ളതുപോലെയല്ല പോലെ തന്നെ ആത്മീയ ശരീരത്തിനും സംസാരിക്കാനും കേൾക്കാനും ചിന്തിക്കാനും ഒക്കെ സാധിക്കും എന്നുള്ളതാണ്. 11ാമത്തെ കാര്യം, ദൈവം അനുവദിക്കുന്നതിനാലാണ് നരകത്തിൽ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ദൈവം കൊണ്ടുപോകുന്നതല്ല, പക്ഷെ ദൈവം അതിനുള്ള സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടുണ്ട്, ഇപ്പോഴും തന്നിട്ടുണ്ട്, അപ്പോഴും ഉണ്ടാകും. അപ്പോൾ നരകം എന്ന് പറയുന്നത് ദൈവം അനുവദിക്കുന്നതാണ്, പക്ഷെ ദൈവം കൊണ്ടുപോകുന്നതല്ല. 12ാമത്തെ കാര്യം, സ്വർഗത്തിലും നരകത്തിലും ആത്മാക്കൾക്ക് നിത്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എത്ര ദുഷ്ടനാണെങ്കിലും എത്ര ശിഷ്ടനാണെങ്കിലും അവൻ്റെ ആത്മാവിന് നിത്യതയുണ്ട് എന്നുള്ളത് ഈ വചനം നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്നുണ്ട്. 13ാമത്തെ കാര്യം, പ്രാർത്ഥനയും സംഭാഷണവും ഒക്കെ സ്വർഗത്തിലും നരകത്തിലുമാണ്. നരകത്തിൽ കിടന്നിട്ടാണെങ്കിലും ഈ ധനവാൻ സംസാരിക്കുന്നുണ്ട്, അബ്രാഹാം സ്വർഗത്തിൽ നിന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ സംഭാഷണങ്ങളും പ്രാർത്ഥനകളുമൊക്കെ നരകത്തിലുണ്ട് എന്നുള്ളതാണ്. ഈ ലോകത്ത് പ്രാർത്ഥിക്കാത്തവൻ നരകത്തിൽ ചെന്ന് പ്രാർത്ഥിക്കേണ്ടി വരും എന്നൊരു സൂചന കൂടി അതിൻ്റെ അകത്തുണ്ട്. 14ാമത്തെ കാര്യം, പീഡനങ്ങൾ ഭൂമിയിൽ മാത്രമല്ല
മരണശേഷവും ഉണ്ടാകും എന്നുള്ളത്. ഇവിടെ പീഡനങ്ങൾ ഏൽക്കുന്നവർക്ക് അവിടെ ഉണ്ടാകില്ല എന്നൊരു ഉറപ്പില്ലെങ്കിലും അതിനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി. അപ്പോൾ പീഡനത്തെക്കുറിച്ച്, നമ്മുടെ കഷ്ടപ്പാടുകളെക്കുറിച്ചൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ, കഷ്ടപ്പാടുള്ളവർക്ക് വിശ്വാസത്തിൽ അവയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് സ്വർഗപ്രാപ്തിക്ക് സാധ്യതയുണ്ട്. അതേസമയം കഷ്ടപ്പാടുണ്ടാകുന്നവർ തന്നെ അത് ദൈവനാമത്തിൽ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ സ്വീകരിക്കുന്നില്ലെങ്കിൽ ഇവിടെയും അവിടെയും കഷ്ടപ്പാടുണ്ടാകുന്ന ദുരന്തങ്ങളിലേക്ക് വരികയും ചെയ്യും. 15-ാമത്തെ കാര്യം, രക്ഷിക്കപ്പെടാത്തവർ ന്യായവിധി വരെ നരയിക്കപ്പെടും എന്നുള്ളത്. 16-ാമത്തെ കാര്യം, നന്മ ചെയ്താൽ സ്വർഗത്തിലെത്താനായിട്ടുള്ള സാധ്യതയുടെ ഉറപ്പ് ഈ വചനം നമുക്ക് തരുന്നുണ്ട്. 17-ാമത്തെ ഒരു കാര്യം, ഈ സ്വർഗനരകങ്ങൾ കീഴേയും മേലെയും ആണെന്നുള്ളൊരു ധ്വനി ഈ വചനം പ്രദാനം ചെയ്യുന്നുണ്ട്. സ്വർഗവും നരകവും തമ്മിലുള്ള അന്തരങ്ങൾ ഉണ്ടെന്ന് ഈ വചനം നമ്മുടെ മുമ്പിൽ വ്യക്തമാക്കുകയാണ്. 18-ാമത്തെ കാര്യം, സാത്താനും ദൂതന്മാരും പിശാചുക്കളും മനുഷ്യരുമൊക്കെ നരകത്തിൽ പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് ഈ വചനം നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുകയാണ്. അങ്ങനെ 18 പാഠങ്ങൾ ഈ വചനം നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യാം. ഈ ഒരു 10 കാര്യങ്ങൾ നരകത്തിൽ ചെല്ലുന്ന മനുഷ്യർക്ക് യാതനകൾ കൂടാനായിട്ട്, വർദ്ധിക്കാനായിട്ട് ഒരു 10 കാരണങ്ങൾ കൂടി ഈ വചനം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഒന്നാമത്തെ കാര്യം ഇതാണ്: തങ്ങൾ അവഗണിച്ചവർ അനുഗ്രഹവും നിത്യജീവിതവും അമർത്യതയും മഹത്വവും ഒക്കെ സ്വീകരിക്കുന്നതിൽ കാണുമ്പോൾ, നമ്മൾ അവഗണിച്ചവർ ഇതൊക്കെ സ്വീകരിക്കുക, അത് സ്വീകരിക്കുന്നത് കാണുമ്പോഴുള്ള ഒരു അസ്വസ്ഥത ഈ നിലവിലുള്ള യാതനകളേക്കാൾ കൂടുതലാക്കുന്നുണ്ട് ഈ ധനവാൻ. രണ്ടാമത്തെ ഒരു കാര്യം, തങ്ങളുടെ ആത്മാവിനെ നശിപ്പിക്കുകയും യാതനയിൽ തള്ളിയിടുകയും ചെയ്ത പാപങ്ങൾ, ഈ ഭൂമിയിലായിരുന്നപ്പോൾ പാപങ്ങൾ ചെയ്തതിനെക്കുറിച്ചുള്ള കുറ്റബോധം അവിടെ യാതന വർദ്ധിപ്പിക്കാനായിട്ട് സാധ്യതയുണ്ട്. മൂന്നാമത്തെ കാര്യം, യാതനകളിൽ നിന്ന് ഈ ഭൂമിയിലായിരുന്നപ്പോൾ രക്ഷപ്പെടാമായിരുന്ന പല കാര്യങ്ങളും ഉപയോഗപ്പെടുത്തിയില്ലല്ലോ എന്നുള്ള ഒരു അസ്വസ്ഥത അവരെ ആ വേദന, ആ ഒരു സാഹചര്യങ്ങൾ, മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റിയ സന്ദർഭങ്ങൾ അത് പ്രയോജനപ്പെടുത്താത്തതിലുള്ള ദുഃഖം യാതന വർദ്ധിപ്പിക്കുമെന്നുള്ളത്. നാലാമത്തെ കാര്യം, ഈ നരകത്തിലായിരിക്കുമ്പോഴും ഈ നേടേണ്ടത് നേടാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നിത്യമായ ഒരാഗ്രഹം, സ്വർഗത്തിലെത്തേണ്ടത് അതാണ് എന്നുള്ള ആഗ്രഹം, ആ ആഗ്രഹം തന്നെ നിരാശയ്ക്കും ദുഃഖത്തിനുമൊക്കെ കാരണമാക്കുമെന്നുള്ളത്.